നമ്മൾ ഓൾറെഡി എന്തായാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചോദ്യം നോക്കൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x⁵ മൈനസ് 15 ഇൻറ്റു x⁵2/3 എന്ന് പറയുന്നതിന് ക്രിട്ടിക്കൽ പോയിന്റും നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് റിലേറ്റീവ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x⁵ മൈനസ് 15x⁵2/3 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയും മാക്സിമം മിനിമം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? ഡെറിവേറ്റീവ് കാണണ്ടേ? 3 ഇൻറ്റു x⁵5/3 ഡെറിവേഷൻ 5/3 ഇൻറ്റു x⁵5/3 മൈനസ് 1 മൈനസ് 15 ഇൻറ്റു x⁵2/3 മൈനസ് 1. ഈ 3യും 3യും വെട്ടിക്കളയാനായിട്ട് സാധിക്കും. ബാക്കി അവിടെ ആരാ ഉള്ളത്? അപ്പോൾ 5 ഇൻറ്റു x⁵2. ഈ 5/3 മൈനസ് 1 5/3 മൈനസ് 1 എന്ന് പറയുന്നതിനെ നമുക്ക് 5/3 മൈനസ് 3/3 എന്ന് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ x⁵2/3 എന്ന് വരും അല്ലേ? ദർ വിൽ ബി x⁵2/3 മൈനസ് 15. ഞാൻ അങ്ങനെ തന്നെ എഴുതി. എഗെയിൻ ഇവിടെ നമ്മുടെ 2/3 മൈനസ് 1ൽ എന്താ 2/3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2/3 മൈനസ് 1നെ 2 മൈനസ് 3/3 എന്ന് വരും. ദാറ്റ് വിൽ ബി x⁻−1/3. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള്. നമ്മളോട് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? 0 ആണ്. എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടീഷൻ എന്നുള്ളത് കൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയണം? 5 ഇൻറ്റു x⁻2/3 ഇൻറ്റു ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2/3 ഇൻറ്റു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരില്ലേ? സോറി, ഡെറിവേഷൻ കണ്ടുപിടിച്ചത് തെറ്റല്ലേ? 15 ഇൻറ്റു ഒരു 2/3 കൂടെ വരും അല്ലേ? ഇൻറ്റു അപ്പോൾ 3യും 15ഉം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വരും. 5 ഇൻറ്റു 10 മൈനസ് 10 ഇൻറ്റു x⁻1/3 എന്ന് വരില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായി? ദിസ് വിൽ ബി ഈക്വൽ ടു 0. റിവേഷൻ കട ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കണേ. 5 ഇൻറ്റു x⁻2/3 മൈനസ് 10 ഇൻറ്റു x⁻1/3 ഈക്വൽ ടു 0. എങ്ങനെ ഡെറിവേഷൻ കണ്ടുപിടിച്ചേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ടായിരുന്നത് എഴുതി വന്നപ്പോൾ ഇൻറ്റു 2/3 എഴുതാൻ നമ്മൾ വിട്ടുപോയി. അതാണ് ഉണ്ടായത്. 15 ഇൻറ്റു x⁻2/3ൻ്റെ ഡെറിവേഷൻ അതാ 2/3 ഇൻറ്റു x⁻2/3 മൈനസ് 1 ആണ്. അപ്പോൾ അത് എഴുതിയപ്പോൾ 2/3 എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴാണ് 2/3 എഴുതിയത്. ആൻഡ് ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഇതെന്താ വരിക? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5/3 ഇൻറ്റു ഇതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കിക്കേ, ഇത് എപ്പോഴാണ് 0 ആവും? ഇതിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം മൊത്തത്തിൽ 0 ആവും. ശരിയല്ലേ? x⁻2/3 0⁻−1/3 ഒക്കെ ഇട്ട് കൊടുത്ത് 0 ആയിരിക്കും. അപ്പോൾ ഷുവർലി x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 0 കിട്ടി. x ഈക്വൽ ടു 0 മാത്രം ആവില്ല ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് പറയണത്. ഇനി ഒരാളെ കൂടെ കിട്ടണം. അത് ആരായിരിക്കും എന്ന് നോക്കി നോക്ക്. x⁻−1/3 മൈനസ് 10⁻1/3 എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു 0 പറഞ്ഞാൽ 5 ഇൻറ്റു x⁻2/3 എന്ന് പറയുന്നതിനെ 10 ഇൻറ്റു x⁻1/3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ആ 5ഉം 10ഉം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ബാലൻസ് 2 വരും. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായി? x⁻2/3 ഈക്വൽ ടു 2 ഇൻറ്റു x⁻−1/3നെ ശരിക്കും പറഞ്ഞാൽ 1/x⁻1/3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതേപോലെ തന്നെ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനും ആവില്ലേ? എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയിട്ട് നമുക്ക് മാറ്റി എഴുതാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ x⁻2/3 ഇൻറ്റു x⁻1/3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഇത് 2/3 ആട്ടോ മക്കളെ. x⁻2/3 ഇൻറ്റു x⁻1/3 2 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് x⁻2/3 ഇൻറ്റു 1/3 പറഞ്ഞാൽ x⁻2/3 പ്ലസ് 1/3 എന്ന് എഴുതാം അല്ലേ? അതിനെ
ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് റേസ് ടു 2/3 പ്ലസ് 1/3 ഈക്വൽ ടു 2 എന്ന് വരും. എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 3/3 എന്ന് വരും. എക്സ് റേസ് ടു 3/3 1 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ദ ഫംഗ്ഷൻ ഹാവ് എ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് നമുക്ക് അവിടെ കിട്ടി. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഈ ക്രിട്ടിക്കൽ പോയിന്റുകളിൽ എപ്പോഴാണ് റിലേറ്റീവ് മാക്സിമം ഉണ്ടാകുന്നത്, എപ്പോഴാണ് റിലേറ്റീവ് മിനിമം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളോട് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് നമ്മളവിടെ കൺസിഡർ ചെയ്യാണ്. നമ്മുടെ ഇൻ്റർവെല്ലിനെ ഒന്ന് ഞാൻ കൺസിഡർ ചെയ്തു. വൈൽ കൺസിഡറിങ് ദ ഇൻ്റർവെൽ ഞാൻ ആ ഇൻ്റർവെല്ല് ഞാൻ കൺസിഡർ ചെയ്തു. ഇൻ്റർവെൽ എന്ന് പറയുന്നതിൽ ആദ്യം ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ല് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ -ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി വരെയുള്ള കേസ്, ഇവിടെ രണ്ട് കേസ് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, -ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്, -ഇൻഫിനിറ്റിയിൽ നിന്ന് 0 വരെ എത്തുന്ന സമയത്ത് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള്, എഫ് ഡാഷ് ഓഫ് എക്സ് ആരായിരുന്നു? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ വേണമെങ്കിൽ ഇനി ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, ഇപ്പോൾ ഇതിൽ തന്നെ എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു? 5 ഇൻറ്റു എക്സ് റേസ് ടു 2/3 മൈനസ് 10 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/3നെ 10/x റേസ് ടു 1/3 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എന്താ സംഭവിക്കുക? 5 ഇൻറ്റു എക്സ് റേസ് ടു 2/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/3 ഈക്വൽ ടു 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായി? 5 ഇൻറ്റു ശരി 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 2/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 എക്സ് ആണ്. മൈനസ് 10ൽ നിന്ന് 5 ഓൾറെഡി പുറത്തേക്ക് എടുത്തുകൊണ്ട് -2 വന്നു, ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/3. ഇതാണ് ശരിക്കും എന്ത്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ. ഈക്വൽ ടു 0 അവിടെ തൽക്കാലം അവിടെ കിടക്കട്ടെ, നമ്മളത് നോക്കണില്ല. എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്നാണല്ലോ ആവശ്യം. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ എങ്ങനെയായിരുന്നു? അവർ ഇൻ്റർവെൽ വാസ് ഇങ്ങനെയായിരുന്നു അല്ലേ. നമ്മുടെ ഇൻ്റർവെല്ല് എന്ന് പറയണത്, നമ്മുടെ ഇൻ്റർവെല്ല് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് -ഇൻഫിനിറ്റി ആയിരുന്നു, ഇത് ഇൻഫിനിറ്റി ആയിരുന്നു, ഈ പോയിന്റ് 0 ആയിരുന്നു. നമ്മൾ ആദ്യം പരിഗണിച്ചത് എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ട് എന്നാണ് പറയണത്? -ഇൻഫിനിറ്റിയുടെയും 0ൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് 5 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/3 ഗ്രേറ്റർ ദാൻ 0 ആകുമോ ലെസ് ദാൻ 0 ആകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ നോക്കൂ, 0ൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക്, അതാണ് നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളത് അല്ലേ. 0ൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് എന്നുള്ള ഇൻ്റർവെല്ലാണ് ഇത്. അത് പരിഗണിച്ച് കഴിഞ്ഞാൽ 0ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് തന്നെ നമ്മൾ എടുത്ത് നോക്കൂ. 0ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എന്തായാലും നെഗറ്റീവ് ആവില്ല അല്ലേ. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് എക്സിന് കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് ഉത്തരമാകുമ്പോൾ ഇത് നെഗറ്റീവ് ആവുകയും എക്സിന് ഇവിടെ വരുന്ന സമയത്ത് നെഗറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ന് വരും. നെഗറ്റീവ് ആൻസർ ബൈ നെഗറ്റീവ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആൻസർ ആയിരിക്കും. എന്ന് വെച്ചാൽ -ഇൻഫിനിറ്റിയിൽ നിന്ന് 0 വരെയുള്ള ഭാഗത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അതെന്താണ്? എന്താ പറയുക, പോസിറ്റീവ് ആണെന്നല്ലേ പറഞ്ഞ. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യൂ. വൈൽ കൺസിഡറിങ് ദ ഇൻ്റർവെൽ 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കുള്ള ഭാഗത്തേക്ക് എഫ് ഡാഷ് ഓഫ് എക്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് ആരായിരുന്നു? 5 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2/3 എന്ന് പറയുന്ന ആളെ പരിഗണിച്ചാൽ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ
ഇവിടെ ഒരു പോസിറ്റീവ് വരെ ഏറ്റവും തൊട്ടടുത്ത വിലയാണ് നമ്മൾ പരിഗണിക്കുക അല്ലേ. അപ്പോൾ 0ൻ്റെ തൊട്ടടുത്ത് കിടക്കണ വില എന്ന് പറഞ്ഞാൽ ഒരു 0.1 കൺസിഡർ ചെയ്താൽ ഈ എക്സിന് ഞാൻ 0.1 കൊടുത്താൽ 0.1 - 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഉത്തരമാണ്. ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് റേസ് ടു 2/3 ചെയ്താൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഉത്തരമായതുകൊണ്ട് നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ചെയ്താൽ നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുക. എന്ന് വെച്ചാൽ f' എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു നെഗറ്റീവ് ഉത്തരമായിട്ട് മാറും. f' നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റർവെല്ലിൽ ഈ ഭാഗത്ത് -0 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള ഈ ഭാഗത്ത് നമ്മുടെ ഇൻ്റർവെല്ലിൽ f' എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്തായിരുന്നു? ലെസ് ദാൻ 0 ആയിരുന്നു. ഇനി ഈ ഗ്രാഫിൻ്റെ പോക്കോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. f' 0യിൽ നിന്ന് >0യിൽ നിന്ന് f' ലെസ് ദാൻ 0യിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ >0യിൽ നിന്ന് ലെസ് ദാൻ 0യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ ക്രിട്ടിക്കൽ പോയിന്റിൽ വെച്ച് ഈ ഗ്രാഫിന് എന്തുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്? റിലേറ്റീവ് മാക്സിമം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് x=0 ആയതുകൊണ്ട് x=0 നമ്മുടെ f എന്ന് പറയുന്ന ആൾക്ക് എന്തുണ്ടാവും എന്നാണ് പറയണത്? ലോക്കൽ മാക്സിമം പോയിന്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ x=0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റും കൂടെ ഉണ്ടല്ലോ. ആ ക്രിട്ടിക്കൽ പോയിന്റ് ആരായിരുന്നു? x=2 എന്നുള്ളതായിരുന്നു ആ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. അപ്പോൾ x=2 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ? അതെങ്ങനെ നമുക്ക് പറയാം? ഇനി അവിടെ നോക്കൂ, x=2 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ ഗ്രാഫ് വരച്ചു. 2 എന്ന് പറയുന്ന പോയിന്റ് -∞ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് -∞ നിന്ന് 2ലേക്ക് ടു ദ നെഗറ്റീവ് സൈഡ് ഓഫ് 2 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ ഫംഗ്ഷൻ f' എന്തായിരുന്നു? f' എന്ന് പറയുന്നത് 5 × x - 2 ഡിവൈഡഡ് ബൈ x⁻⁴ ആയിരുന്നു. 2ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ നെഗറ്റീവ് സൈഡിലേക്ക് -1.9 ഒക്കെ നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഒരു 1.9 ഒക്കെ എടുത്ത് നോക്കി നോക്കൂ. 1.9 - 2 ചെയ്ത് 1.9 എടുത്ത് നോക്കൂ. 1.9 - 2 ഒക്കെ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഉത്തരമായിരിക്കും. സോ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് റേസ് ടു 1/3 ചെയ്താൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന ഭാഗത്ത് f' എന്ന് പറയുന്ന ആള് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തും നോക്കണം അല്ലേ. 2 ആദ്യം ഒരു ഭാഗത്തൊന്ന് എഴുതി നോക്കാം നമുക്ക്. 2 എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ f' എന്ന് പറയുന്ന ആള് ലെസ് ദാൻ 0 ആയി എന്ന് നമ്മളവിടെ മെൻഷൻ ചെയ്തു. ഇനി ഈ പുള്ളിക്കാരൻ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എഴുതണം അല്ലേ. 2 to ∞ ടു ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇൻഫിനിറ്റിക്ക് ഈ പുള്ളിക്കാരൻ എന്താ സംഭവിക്കുന്നത് നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ 2 to ∞ f' എന്ന് പറയുന്നത് 5 × x - 2 ഡിവൈഡഡ് ബൈ x⁻⁴ എന്ന് പറയുന്നതിനെ ഒന്ന് ആലോചിച്ച് 2ന് ശേഷമുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ 2.1 ഒക്കെ എടുക്കാം. 2.1 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.1 ആണ്. 0.1 എന്ന് പറഞ്ഞാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 5 × x - 2 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരമാണ്. ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് റേസ് ടു 1/3 ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഉത്തരം കിട്ടും. അപ്പോൾ പോസിറ്റീവ് ബൈ പോസിറ്റീവ് കിട്ടും. അതെന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആൻസർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ f' എന്ന് പറയുന്ന ആള് പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ഓൾറെഡി 2 f' എന്താണെന്നാണ് പറഞ്ഞത്? f' എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഒന്ന് നോക്കൂ. -∞ നിന്ന് 2ലേക്ക് എത്തുമ്പോൾ ആ f' 0ത്തിനേക്കാൾ താഴെയാകുന്നു. ലെസ് ദാൻ 0യിൽ നിന്ന്
2 ഇൻഫിനിറ്റിയിലേക്ക് എത്തുമ്പോൾ ആ പുള്ളിക്കാരൻ ഗ്രേറ്റർ ദാൻ 0 ആകുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ആരുണ്ട് എന്നാണ് പറയുന്നത്, ആ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആരായിരുന്നു, x=2 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ ആ പുള്ളിക്കാരൻ ലെസ് ദാൻ 0യിൽ നിന്ന് ഗ്രേറ്റർ ദാൻ 0യിലേക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോയതുകൊണ്ട് x=2 അവിടെ എന്തുണ്ട് എന്നാ പറയേണ്ടത്, ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട് എന്ന് വെച്ചാൽ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് x=2 ഒരു റിലേറ്റീവ് മിനിമം ഉണ്ട്. ആ റിലേറ്റീവ് മിനിമം വാല്യൂ f(2) കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണതാണ്, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ റിലേറ്റീവ് മിനിമം ഉണ്ടോ റിലേറ്റീവ് മാക്സിമം ഉണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെരിഫൈ ചെയ്യൂ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.